ഹലോ കൂട്ടുകാരെ, ഈ വാഴക്കുലയിൽ നിന്നിട്ട് ഞങ്ങളുടെ ടൂറിൻ്റെ തുടക്കം തുടങ്ങുന്നത് 6:30 എത്തണമെന്ന് പറഞ്ഞാൽ നേരം വൈകി കാരണം ഞാൻ ഓടാട്ടാ. ഈ വീപ്പടി എത്തി കഴിഞ്ഞപ്പോൾ മഞ്ചേച്ചി ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ചേച്ചിയുടെ ഒപ്പമാണ് വണ്ടിയിൽ തോട്ടപ്പടിയിലേക്ക് പോയത്. അവിടെ എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, 2 പേര് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരൊക്കെ വേഗം വണ്ടിയിൽ കയറി മറ്റവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോൾ യാത്രയെക്കുറിച്ചിട്ടുള്ള വിവരണമായിരുന്നു സലാംക്കാടെ. അത് കഴിഞ്ഞ് പിന്നെ സാറിൻ്റെ ഒരു ചെറിയൊരു വിവരണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ട്രയൽ മാത്രമാണെന്നാണ് സാറ് പറയുന്നത്. എന്ന് വെച്ചാൽ എറണാകുളത്തേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടേക്ക് പോകാമെന്ന് വെച്ചാലും മഴയുള്ളത് കൊണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ പരമാവധി നമ്മൾ എൻജോയ് ചെയ്തു. ഡാൻസ് കളിച്ചും അന്താക്ഷരി കളിച്ചും അങ്ങനെ നമ്മൾ പകുതിയധികം യാത്ര വണ്ടിയിൽ തന്നെയായിരുന്നു, പകുതിയിലധികം. പക്ഷേ വണ്ടിയിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മനസ്സൊക്കെ ഓപ്പൺ ആക്കി റിലാക്സ് ചെയ്താണ്ട് കളിക്കുക. അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സാറെല്ലാവരും ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. രാവിലത്തേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലിലൊന്നും കയറി നേരം കളയേണ്ടൊരു ആവശ്യം വന്നില്ല. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബബിത സിസ്റ്ററുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നത് വാഴക്കുല, അതായത് വളമൊന്നും ഇടാത്ത നാച്ചുറലായിട്ടുള്ള പഴമായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പലരും പല വിഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം, അതുപോലെ സ്നാക്സ്, പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ഒരു മുട്ടും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നത് കോടനാടാണ്. കോടനാട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. നടക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ് നടക്കാൻ. എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും ഭയങ്കര ക്ഷീണമെന്ന് പറയും. ഞാൻ എപ്പോഴും പറയും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, നടക്കാൻ വയ്യ എന്ന് പറയും. പക്ഷെ നടക്കാനുണ്ടായിരുന്നാൽ ആനേനെയൊക്കെ മെരുക്കണ സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ, 2 പേരും. ഞങ്ങൾ അവിടെ പോയി ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലം, ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോൾ ആനേനെ മെരുക്കണ സ്ഥലമുണ്ട്. പിന്നെ ഊഞ്ഞാലക്കാടി, ഇത് ദേവിയും സിദ്ധിയാണ് കേട്ടോ. എൻ്റെ ഇൻചാർജാണ് ദേവിക. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടിയിട്ട് ഊഞ്ഞാലക്കാടി. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. അവിടെ പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളവരാണ്, അവർ ക്ഷീണിച്ച് ഇങ്ങനെ നടന്നു വരിക, എന്നാലും അവർ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അവരവിടെയൊക്കെ കണ്ട്. ഇതിൽ പലരും അവിടെ കണ്ടിട്ടുള്ള ആളുകളുണ്ട്, ഈ സ്ഥലത്ത് മുന്നേ പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു വിഷമം നമുക്കുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേനാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. ഇത് ഞങ്ങളുടെ സൂപ്രണ്ടാണ് കേട്ടോ, സൂപ്രണ്ടിൻ്റെ വൈഫാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. വൈഫിനെയും കൊണ്ടാണ് സാറ് വന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി. പിന്നെ പാലിയേരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അവിടെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ എത്തിയത്. പക്ഷേ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ, നിറച്ച് വെള്ളമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും ഉണ്ണിക്കുട്ടന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്നിട്ട്. പിന്നെയുള്ള വീഡിയോ ഒക്കെ സലാമിക്കാണ് കേട്ടോ എടുത്തത്, അവിടുത്തെ നേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇക്ക എടുക്കണുണ്ട്, ഇക്ക എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതിൻ്റെ നല്ല വിഷമമുണ്ട് ഉണ്ണിക്കുട്ടന്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടില്ലേ, ശക്തമായിട്ടുള്ള ഇതാണ്, കലങ്ങിയാണ് വരുന്നത്. അവർ റീൽസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അവർ റീൽസൊക്കെ എടുത്ത് പിന്നെ സലാംക്ക എവിടെയോ അന്വേഷിച്ചു വെള്ളത്തിലിറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ദൂരം പോയപ്പോൾ ഉള്ളേരിയായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. 3000 രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതിന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഗൈഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കായിരുന്നു കേട്ടോ. അധികം താഴ്ചയൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ഒഴുക്കുണ്ട് വെള്ളം. അതിൻ്റെ ഇടയിലാണ് അപ്പുറത്ത് പണി കഴിഞ്ഞ ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചെങ്ങാട് അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് പോരുകയാണ്. ഇപ്പോഴും നല്ല ഡാൻസും പാട്ടൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിച്ചു.